ഫാറ്റി ലിവർ വളരെ സാധാരണയായ ഒരു രോഗമായി മാറിയിരിക്കുകയാണ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ ഫാറ്റി ലിവർ കണ്ടെത്തുന്നത്. അങ്ങനെ ഫാറ്റി ലിവർ കണ്ടെത്തുന്നവർ മറ്റൊരു പുതിയ സ്കാൻ കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഫാറ്റി ലിവർ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടെത്തുമ്പോൾ കരളിനകത്ത് കൊഴുപ്പടിയുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതായത് കരൾ കോശങ്ങൾക്കിടയിലോ അല്ലെ കരൾ കോശങ്ങൾക്കകത്തോ കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കൂടി കണ്ടെത്തുന്നത്. കരളിന്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ കരളിനകത്ത് കട്ടിയാകുന്നുണ്ടോ എന്നുള്ള ഒന്നും അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഫാറ്റി ലിവർ കണ്ടെത്തുന്നവര് ഈ പുതിയ സ്കാൻ, അതായത് ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോൾ അത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെ ഏതാണ്ട് 10 മിനിറ്റ് മാത്രം സമയമെടുത്ത് പെയിൻലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ കരളിന്റെ കട്ടി കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതിനകത്ത് ഫൈബ്രോസിസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ ഫൈബ്രോസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രേഡ് കൂടുതലുണ്ടെങ്കിൽ, അതായത് ഗ്രേഡ് 2-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യണം. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കാണ് ഫാറ്റി ലിവർ വരുന്നതെങ്കിൽ അവരും ഈ ഫൈബ്രോ സ്കാൻ ചെയ്യണം. അമിതവണ്ണം ഉള്ളവരും ഫൈബ്രോ സ്കാൻ ചെയ്യണം. മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവരും ഫൈബ്രോ സ്കാൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എൻസൈമാണ് വിലയിരുത്തുന്നത്. എൻസൈമിന്റെ ലെവല് കൂടുതലായി കഴിയുമ്പോൾ നമ്മുടെ ലിവറിന്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചു എന്നറിയാം. അങ്ങനെ കരളിന്റെ എൻസൈമിന്റെ ലെവല് കൂടുതലായിട്ടുള്ളവരും ഈ ഫൈബ്രോ സ്കാൻ ചെയ്യണം. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, സി പോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് രോഗമുള്ളവരും ഈ ഫൈബ്രോ സ്കാൻ ചെയ്യണം. 40 വയസ്സിൽ കൂടുതലുള്ളവർക്ക് ഫാറ്റി ലിവർ വരുവാണെങ്കിൽ അവരും ഈ ഫൈബ്രോ സ്കാൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം ഈ ഫൈബ്രോ സ്കാൻ ചെയ്താൽ മതി. അങ്ങനെ ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോൾ കരളിൽ നമുക്ക് കട്ടി കൂടുതലായിട്ടുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് അത് സിറോസിസിലേക്ക് മാറുന്നുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും.